ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ, നിങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നിലപാട്. അത് നേരത്തെ തന്നെ മന്ത്രിമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും, എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗ് നേതാക്കൾക്കും ബോധ്യപ്പെട്ടതാണ്. എന്നിരുന്നാലും വേറെ രക്ഷയൊന്നുമില്ല, കൂടെ നിൽക്കുക മാത്രമേ രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണം. അത് അത്ര എളുപ്പമല്ല. കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയും സംവാദവും അടിയും കാലുവാരലും ഒക്കെ നടത്തേണ്ടി വരും. അത് തൽക്കാലം വേണ്ട എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പോകുന്നിടത്തോളം പോകട്ടെ എന്ന നിലപാട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളാണ് പെട്ടുപോയത്. പുറത്തിറങ്ങാനും വയ്യ, അകത്തിരിക്കാനും വയ്യ എന്ന അവസ്ഥ. പുറത്തിറങ്ങിയാൽ എങ്ങോട്ട് പോകും? 10 വർഷം പുറത്തിരുന്നതാണ്, ഇനിയും പുറത്തിരിക്കാൻ വയ്യ, അകത്തിരിക്കാം, എല്ലാം സഹിച്ച്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു. എൻ ശേഷാദ്രിനാഥൻ്റെ നിയമനം പ്രധാനപ്പെട്ട പോസ്റ്റാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പോസ്റ്റാണ്. അതിലേക്ക് നിയമനം നടത്താൻ മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. ആ നിയമനം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് ഫയൽ അയച്ചിരിക്കുന്നു. ഗവർണർ സ്ഥലത്തില്ല, അദ്ദേഹം ചെന്നൈയിലാണുള്ളത്. 5-ാം തീയതി തിരിച്ചു വരും. 6-ാം തീയതി തന്നെ ഫയലിൽ ഒപ്പിടും. കാരണം സംഘപരിവാറുകാരനാണ് എൻ ശേഷാദ്രിനാഥൻ. ആരാണ് ആരോപണം ഉന്നയിച്ചത്? ഇടതുപക്ഷ നേതാക്കളല്ല, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് PM നിയാസ്. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ എൻ ശേഷാദ്രിനാഥൻ സംഘപരിവാറുകാരനാണ്. സംഘപരിവാറുകാരന് അനുകൂലമായി നിരവധി പോസ്റ്റുകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആരോപണം PM നിയാസ് ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കിയാൽ എല്ലാ BJP അനുകൂല പോസ്റ്റുകളും പിൻവലിച്ചതായി, ഡിലീറ്റ് ചെയ്തതായി കാണാം. അപ്പോൾ ഉറപ്പല്ലേ എൻ ശേഷാദ്രിനാഥൻ BJP-കാരനാണ് എന്ന്? PM നിയാസ് പറഞ്ഞത് 100% ശരിയാണ് എന്ന്. വിമർശനം ഉയർന്നു വന്നു, പ്രതിഷേധം ഉയർന്നു വന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ് പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു, AICCക്ക് പരാതി കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു. ആര്? PM നിയാസ്. സമയം കൊടുത്തില്ല മുഖ്യമന്ത്രി. എന്ന് വെച്ചാൽ പ്രതിഷേധത്തിനെ കണക്കിലെടുക്കുന്നില്ല എന്നർത്ഥം. താങ്കളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നർത്ഥം. രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും, അദ്ദേഹം മന്ത്രി കൂടിയാണ്, കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചു. കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു. അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് PM നിയാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് വെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അത്രയേ ഉള്ളൂ? അല്ല. ഡീലിമിറ്റേഷൻ വരാൻ പോകുന്നു. ഡീലിമിറ്റേഷൻ വരാൻ പോകുന്ന ഘട്ടത്തിൽ, മണ്ഡല പുനർനിർണയം നടത്താൻ പോകുന്ന ഘട്ടത്തിൽ ലോക്സഭയും നിയമസഭയും മാറും. മണ്ഡലങ്ങൾ ചിലപ്പോൾ മാറും, നിയമസഭ ചിലപ്പോൾ മാറില്ല, ലോക്സഭ ഉറപ്പായി മാറും. അങ്ങനെ മാറാൻ പോകുമ്പോൾ ഡീലിമിറ്റേഷനിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. അതുകൊണ്ട് തന്നെയാണ് BJP കൃത്യമായും ഇടപെട്ടത്. അതുകൊണ്ട് തന്നെയാണ് RSSും സംഘപരിവാറും ഇടപെട്ടത്. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത്. പ്രതിഷേധമൊന്നും കണക്കെടുക്കുന്നില്ല, പ്രതിഷേധത്തിന് മുഖം കൊടുക്കാൻ തയ്യാറല്ല. തീരുമാനം നടപ്പാക്കാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഫയൽ ഗവർണർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആരാണ് ശേഷാദ്രിനാഥനെ നിർദ്ദേശിച്ചത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഗവർണറാണോ? BJP നേതാക്കളാണോ? BJPയുടെ ദേശീയ നേതാക്കളാണോ? ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നതാണ്. ഇതാ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുന്നു, BJPക്ക് വേണ്ടി വി ഡി സതീശൻ നടത്തുന്ന സർക്കാരാണ് UDF സർക്കാർ എന്ന്. ഇതിൽ പെട്ടുപോയിട്ടുണ്ട് KM ഷാജി. അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടെന്താണ്? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. KM ഷാജി പറഞ്ഞത് ഞാൻ തന്നെയാണ് ഇതിന് മുൻകൈയെടുത്തത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ KM ഷാജിയും സംഘപരിവാറിൻ്റെ ഏജന്റാണ് എന്ന് പറയേണ്ടി വരും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച
സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ നിന്ന് അണുകിട പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫയൽ ലോക്ഭവനിലേക്ക് ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടതോടെ